ആലപ്പുഴ ഓമനപ്പുഴ കൊലപാതകത്തിൽ ആകെ 3 പ്രതികൾ. പിതാവ് ജോസ്മോൻ, മാതാവ് ജെസ്സിമോൾ, അമ്മയുടെ സഹോദരൻ അലോഷ്യസ് എന്നിവരുടെ അറസ്റ്റ് പോലീസ് രേഖപ്പെടുത്തി. മാതാവ് ജെസ്സിമോൾ ഏഞ്ചലിന്റെ കൊലപാതകത്തിൽ സഹായിയായി നിന്നു എന്നതാണ് കുറ്റം. അലോഷ്യസിനെതിരെ കൊലപാതക വിവരം മറച്ചുവെച്ചു എന്നതിനും കേസ് രജിസ്റ്റർ ചെയ്തു. ജോസ്മോൻ പോലീസിനോട് പറഞ്ഞ ചില നിർണായക വിവരങ്ങളും ഇപ്പോൾ പുറത്തുവരുന്നുണ്ട്. കഴിഞ്ഞ ദിവസം രാത്രി ഏഞ്ചൽ പുറത്തുപോയി വീട്ടിൽ മടങ്ങിയെത്തിയ ശേഷമായിരുന്നു കൊലപാതകം. ഏഞ്ചൽ രാത്രിയിൽ സ്ഥിരമായി പുറത്തു പോകുന്നത് അച്ഛൻ ജോസ്മോൻ ചോദ്യം ചെയ്തിരുന്നു. കൊലപാതകം നടന്ന രാത്രിയിലും ഇതു സംബന്ധിച്ച് ഇരുവരും തമ്മിൽ തർക്കമുണ്ടായി. തുടർന്ന് നടന്ന വഴക്കിനിടെ ജോസ്മോൻ കഴുത്തിൽ കുത്തിപ്പിടിക്കുകയും തോർത്തുപയോഗിച്ച് വരിഞ്ഞു മുറുകുകയുമായിരുന്നു. ഇരുവരും തമ്മിൽ വഴക്ക് നടക്കുമ്പോൾ മുറിയിലുണ്ടായിരുന്ന അമ്മ ജെസ്സിമോൾ ഏഞ്ചലിന്റെ കൈ പിടിച്ചു വെച്ചതായും ചോദ്യം ചെയ്യലിൽ പറയുന്നു. ഏഞ്ചലിന്റെ മുത്തശ്ശനും മുത്തശ്ശിയും അടക്കം വീട്ടിലുണ്ടായിരുന്നിട്ടും മരണവിവരം ആരും പുറത്തു പറഞ്ഞില്ല. ഒന്നാം പ്രതി ജോസ്മോനുമായി വീട്ടിൽ നടത്തിയ തെളിവെടുപ്പിൽ കൊലപാതകത്തിന് ഉപയോഗിച്ച തോർത്ത് കണ്ടെത്തി. വീടിനോട് ചേർന്നുള്ള ഷെഡിന് മുകളിൽ വലിച്ചെറിഞ്ഞ നിലയിലായിരുന്നു തോർത്ത്. കൊലപാതക വിവരം അറിഞ്ഞിട്ടും മറച്ചുവെച്ചതിന് ഏഞ്ചലിന്റെ അമ്മാവൻ അലോഷ്യസിനെയും കേസിൽ പ്രതി ചേർത്തേക്കും. കൊലപാതക വിവരം പുറത്തു വന്നതു മുതൽ നാട്ടുകാരുടെ പ്രതികരണം ഏറെ ശ്രദ്ധിക്കപ്പെട്ടു. മകളെ കഴുത്തുഞെരിച്ചു കൊല്ലുന്ന ജോസ്മോനെ തങ്ങൾക്ക് സങ്കല്പിക്കാനേ കഴിയുന്നില്ല എന്നാണ് പ്രദേശവാസികൾ പറയുന്നത്. കൊലപാതകം എന്ന വലിയ കുറ്റത്തിന് ന്യായീകരണങ്ങളൊന്നുമില്ല എന്നിരിക്കെ സഹികെട്ട് മകളെ കൊല്ലേണ്ടി വന്നതാണെന്ന ജോസ്മോന്റെ മൊഴി മാധ്യമങ്ങളിൽ ചിലതെങ്കിലും വലിയ വാർത്തയാക്കുന്നുണ്ട്. ഏഞ്ചൽ വീട്ടിലെല്ലാവരെയും നിരന്തരം ഉപദ്രവിക്കുമായിരുന്നു. എപ്പോഴും വഴക്കുണ്ടാക്കും. പറഞ്ഞാൽ ഒരു കാര്യവും അനുസരിക്കില്ല. ഇതെല്ലാം ജോസ്മോൻ ചോദ്യം ചെയ്യലിനിടയിൽ പോലീസിനോട് പറഞ്ഞ കാര്യങ്ങളാണ്. ഭർത്താവിന്റെ വീട്ടിൽ നിന്ന് വഴക്കിട്ടെത്തിയ ഏഞ്ചൽ സ്വന്തം വീട്ടിലും വഴക്കുണ്ടാക്കിയിരുന്നോ എന്ന് പോലീസ് അന്വേഷിക്കുകയാണ്. കൊലപാതകം നടത്തിയ ജോസ്മോൻ പറയുന്നതിനപ്പുറം നിരന്തരം വഴക്കുണ്ടാക്കാൻ എന്തെങ്കിലും കാരണങ്ങളുണ്ടോ എന്നും അന്വേഷണ സംഘം പരിശോധിക്കുകയാണ്. കഴിഞ്ഞ ദിവസം ഏഞ്ചൽ മരിച്ചു കിടക്കുകയാണെന്ന വിവരം ജോസ്മോനും ഭാര്യ ജെസ്സിയും നാട്ടുകാരെ അറിയിച്ചതിന് പിന്നാലെ ഏഞ്ചലിന്റെ മൃതദേഹം ചെട്ടിക്കാട് സാമൂഹിക കേന്ദ്രത്തിൽ ഇൻക്വസ്റ്റ് നടപടി നടത്തുകയായിരുന്നു. ഇവിടെ വെച്ച് കഴുത്തിലെ പാടുകളിൽ ഡോക്ടർമാർ അസ്വാഭാവികത ചൂണ്ടിക്കാണിക്കുകയും ചെയ്തു. ഇതിനെ തുടർന്നാണ് ഏഞ്ചലിന്റെ അച്ഛൻ ജോസ്മോനെ SHO ടോൾസൺ പി ജോസഫ് സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തി ചോദ്യം ചെയ്തത്. ചോദ്യം ചെയ്യലിന്റെ ഒരു ഘട്ടം പിന്നിടുമ്പോഴേക്കും ജോസ്മോന് മകളെ കൊന്നതാണെന്ന കുറ്റസമ്മതം നടത്തേണ്ടി വന്നു. കുറ്റസമ്മതത്തിനിടയിൽ തന്റെ അച്ഛൻ സേവ്യറിനെയും കഴിഞ്ഞ ദിവസം മകൾ ഏഞ്ചൽ മർദ്ദിച്ചുവെന്ന കാര്യം ജോസ്മോൻ പറഞ്ഞു. ന്യൂസ് മലയാളം, ആലപ്പുഴ.